എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം നേന്ത്രക്കായ കൊണ്ടുള്ള ഉടച്ചി കറിയാണ്. ചൂട് ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഉടച്ചി കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 3 പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അതിൻ്റെ പുറത്തെ തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് തൊലി കളയാതെ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ എടുത്ത് വെച്ച 3 നേന്ത്രക്കായും തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞെടുക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്കിതിന് നെടുവേ ഒന്ന് ഇതേപോലെ ഒന്ന് പിളർത്തി കൊടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. കായൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരുന്ന കായെല്ലാം അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് കുക്കറിലിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചട്ടിയിലിട്ട് തന്നെ വേവിച്ചെടുക്കാനാണ്. കുക്കറിലൊക്കെ ആകുമ്പോൾ ഒരുപാടങ്ങ് ഉടഞ്ഞ് കലങ്ങിപ്പോവും. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കാണണം. ആ ഒരു രീതിയിൽ വേണം ഇത് ഉടച്ചെടുക്കാൻ. അപ്പോൾ അത് അരിഞ്ഞെടുത്ത് കായെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകിയതിന് ശേഷം നമുക്ക് വേവിക്കാനുള്ള ചട്ടിയിലേക്ക് കഷ്ണങ്ങളൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കായൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചട്ടി മൂടി വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 3-4 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അരയാൻ ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു രീതിയിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. എന്താ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു കഷ്ണം എടുത്ത് വെന്തോന്ന് നോക്കിയതിന് ശേഷം അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ലേശം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു രീതിയിൽ അരപ്പ് ആ കായിലേക്ക് നന്നായിട്ടൊന്ന് ചേരത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വേണം. ആ ഒരു രീതിയിൽ ഉടച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് താളിച്ച് കൊടുക്കണം. അപ്പോൾ താളിച്ചതും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഉടച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1-2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളിയും വറ്റൽമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഉടച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ചട്ടി തുറന്ന് അതിലേക്ക് ഈ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള നേന്ത്രക്കായ ഉടച്ച് വെച്ചത് റെഡിയായി കഴിഞ്ഞു. ഈ താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോഴേക്കും തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ താളിച്ചതിൻ്റെ മണമൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഈ ഒരു രീതിയിൽ താളിച്ചത് എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വയ്ക്കാം. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെയും കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാ ഞാനിവിടെ ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഉടച്ച് വെച്ചത് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ഉടച്ച് വെപ്പെടുത്ത് ചോറിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് കുഴച്ച് കഴിക്കാം. അപ്പോൾ കഞ്ഞിയുടെ കൂടെ കഴിക്കാനും നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുമെന്നുള്ളത്. അടുത്തത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയൊരു പുളിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അത് കുതിരുന്ന സമയം കൊണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ അതിലേക്ക് 4-5 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും 6 അല്ലി വെളുത്തുള്ളിയും ഒരു 7 വറ്റൽമുളകും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി എണ്ണയിൽ നന്നായി ഒന്ന് മൊരിഞ്ഞു വരണം. നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാനുള്ളതാണ്. ആ രീതിയിൽ ഇത് മൂപ്പിച്ചെടുക്കണം. ഈ മുളകും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടെ ഞെരടി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വരാൻ കുറച്ച് സമയമെടുക്കും. ആ ഒരു താമസം മാത്രമേ ഇതിനുള്ളൂ. ഇപ്പോൾ അതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇട്ട് കൊടുത്ത പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അതെല്ലാം നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായി ഇതിനെ ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഈ ചട്ടിയിലിട്ട് തന്നെയാണ് ഞെരടി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ഞെരടി എടുക്കാം. എല്ലാം ഇതേപോലെ നന്നായി ഒന്ന് ഞെരടി എടുത്തതിന് ശേഷം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പുളിക്കനുസരിച്ചുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പുളിയുടെ അളവും കൂടി നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ പുളി നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. മല്ലിയിലേക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറ് കഴിക്കാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് വഴുതനങ്ങയും തൈരും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള തേങ്ങയില്ലാത്തൊരു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു മീഡിയം വലുപ്പത്തിലുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ മുകൾ വശം കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ വട്ടത്തിൽ നന്നായിട്ട് കനം കുറച്ച് വേണം ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാൻ. അരിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് കളർ മാറുന്നൊരു വെജിറ്റബിളാണ് വഴുതനങ്ങ. നമുക്കിത് ഉടനെ തന്നെ മസാല പുരട്ടി വയ്ക്കാനായതുകൊണ്ട് തന്നെ വെള്ളത്തിലും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 വഴുതനയും വളരെ കനം കുറച്ച് തന്നെ വട്ടത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് എടുത്ത് വെച്ചിരുന്ന വഴുതനങ്ങയെല്ലാം ഈ ഒരു വലുപ്പത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വറുത്തെടുക്കാനാണ്. അപ്പം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാല ഇതിലേക്കൊന്ന് പുരട്ടിയെടുക്കാം. ചേർത്ത് കൊടുത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ നന്നായിട്ട് ഈ വഴുതനങ്ങയിൽ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം
ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതിയാവും, ഒന്ന് വാട്ടിയെടുത്താൽ മതി. തിരിച്ചു മറിച്ചു വിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിനി ഒന്ന് വാട്ടിയെടുക്കാം. കടയിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് വഴുതനങ്ങയൊക്കെ ഒരുപാട് കിട്ടത്തില്ലേ. അപ്പം ബാക്കി വരുന്ന സമയത്ത് വഴുതനങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കറി ഒന്ന് തയ്യാറാക്കി നോക്കും. ഒരു സൈഡ് പരുവായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഈ ഒരു പരുവാകുമ്പോഴേക്കും പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വഴുതനങ്ങ നന്നായിട്ട് പരുവായി കിട്ടും. അപ്പോൾ ഇതേപോലെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി വറുത്തെടുത്തതെല്ലാം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് തൈര് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത തൈര് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെ പച്ച കളറൊന്ന് മാറിയിട്ടൊരു ലൈറ്റായിട്ട് വെളുത്ത് വരത്തില്ല. ആ ഒരു കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതാ പച്ചമുളകും കോരി മാറ്റി ഇനി ആ ചട്ടിയിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ള് ജീരകവും ഒരു നുള്ള് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 4-5 ചെറിയ ഉള്ളി ചതച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ചേർത്ത് കൊടുത്ത ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇതേപോലെ മൂത്ത് വരണം. ആ സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ചേർത്ത് കൊടുത്ത എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ആ ഉപ്പെല്ലായിടത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചട്ടിയുടെ ചൂട് തന്നെ മതിയാകും. അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളകും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി കറി അടച്ചു വെച്ച് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വിളമ്പിയെടുക്കാം. അപ്പോഴേക്കും ചേർത്ത് കൊടുത്ത വഴുതന നന്നായിട്ട് പരുവായി കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ്. വഴുതനങ്ങ കൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും. പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയത്ത് വഴുതനങ്ങ ഒരുപാട് കിട്ടത്തില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വഴുതനങ്ങയുടെ പീസൊക്കെ ഈ തൈരിൽ കിടന്ന് നന്നായിട്ട് തൈരൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.